ദൈവത്തിന്റെ ശ്രേഷ്ഠനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ദൈവസന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി ദൈവവചനം ധ്യാനിക്കുവാൻ കർത്താവ് മറ്റൊരു ദിവസം കൂടെ നമുക്ക് ദാനമായി തന്നു. നമ്മെ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും കഴിഞ്ഞ വർഷത്തിന്റെ ഈ ദിവസം വരെയും കർത്താവ് പരിപാലിച്ചു. ദൈവത്തിന്റെ മുഖത്തേക്ക് നമുക്ക് വീണ്ടും നോക്കാം. ഇന്ന് രാവിലെ ഞാൻ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് ദൈവരാജ്യത്തിന്റെ ചില തത്വങ്ങളാണ്. അതെ, ഞാൻ നാട്ടിൽ പോകുന്നിടം വരെ ഞാൻ ജാനുവരി 3rd വീക്കിൽ നാട്ടിൽ പോകണം, മിഷൻ വർക്കിനെന്ന് വിചാരിക്കുന്നുണ്ട്. അതുവരെ ആ പ്രിൻസിപ്പിള് ഓരോന്നായി തുടരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ യേശു പഠിപ്പിച്ച മാനസാന്തരത്തെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. മാനസാന്തരം എന്നുള്ളത് യോഹന്നാൻ സ്നാപകനാണ് എന്ന് വിളിച്ച് ജനങ്ങളോട് പറയുന്നത്. വളരെ ശക്തമായി പുതിയ നിയമത്തിലെ എഴുത്തുകളിൽ പ്രസംഗിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. പുതിയ നിയമത്തിൽ തന്റെ പ്രസംഗത്തെ കുറിച്ച് പറയുന്നത്, താനെ മരുഭൂമിയിൽ വന്ന് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് വിളിച്ചു പറഞ്ഞു. അവന്റെ അടുക്കൽ യെരൂശലേമിലുള്ളവരും യഹൂദ്യ ദേശക്കാരും യോർദാന്റെ ഇരുകരയിലുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. അവരെ കൂടാതെ പരീശന്മാരും സാധുക്യരും അവന്റെ അടുക്കൽ വന്നു. ചില പട്ടാളക്കാർ അവന്റെ അടുക്കൽ വന്നു. അങ്ങനെ വലിയൊരു സമൂഹം മാനസാന്തരത്തിന് വേണ്ടി അവന്റെ അടുക്കൽ വന്നു. തന്റെ പ്രസംഗം വളരെ ശക്തിയുള്ളതായിട്ട്. താൻ പ്രസംഗിച്ചത് ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് മാനസാന്തരപ്പെടും. കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോഴും അത് തന്നെയാണ് പ്രസംഗിച്ച് തുടങ്ങിയത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ അനന്തരം യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഈ മാനസാന്തരം എന്നുള്ളതിൽ ഒരു ഭാഗം കൂടെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 5-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞതായി മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. അപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് നമുക്കൊരു മാനസാന്തരം വേണം. മാനസാന്തരപ്പെട്ടാൽ ദൈവം തന്റെ ജനത്തിന് ദൈവരാജ്യത്തിലേക്ക് കയറുവാൻ ഒരു വാതിലാണ് സുവിശേഷം. ആ സുവിശേഷത്തിൽ എല്ലാവരും വിശ്വസിക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ചു. കർത്താവ് തന്നെ പറഞ്ഞു, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്തോ വരും, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും നശിച്ചു പോകും. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു അതിന് 2 ഉദാഹരണം കാണിച്ചിട്ടാണ് പറയുന്നത്. പിലാത്തോസ് ചിലരെ വാളുകൊണ്ട് കൊന്നു. അവര് പ്രതീക്ഷിക്കാത്ത സമയത്ത് അവരുടെ മരണം വന്നു. അപ്പോൾ യേശു ചോദിച്ചു, അവര് വലിയ പാപികളായിട്ടാണോ എല്ലാവരെക്കാൾ? അല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും. വീണ്ടും യേശു പറയാണ്, ഒരു ഗോപുരം വീണ് കുറച്ചു പേർ മരിച്ചുപോയി. അവരും പാപികളായി ലോകമറിയുന്ന ഏറ്റവും ദുഷ്ടന്മാരാണോ എന്നാണ് കർത്താവ് ചോദിക്കുന്നതിന്റെ അർത്ഥം. യേശു തന്നെ ഉത്തരം പറയുന്നു, അല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അവരെ പോലെ തന്നെ നശിച്ചു പോകും. അപ്പോൾ മാനസാന്തരത്തിന്റെ ശക്തിയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്തോ സംഭവിക്കും? അവർ നശിച്ചു പോകുമെന്ന് ഒരിക്കലല്ല 2 പ്രാവശ്യം ഏറ്റു. ഒരേ കോണ്ടെക്സ്റ്റിൽ കർത്താവ് അതിന്റെ ശക്തിയെ കാണിക്കുവാൻ വേണ്ടി പറഞ്ഞു. ഇനിയും പഴയ നിയമത്തിലും ഇതേ ചിന്താഗതി ഉണ്ട്. അതിൽ ഏറ്റവും ശക്തമായ ഒരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്
എസെക്കിയേലിന്റെ പ്രവചനത്തിൽ 18-ാം അധ്യായത്തിലാണ്. അവിടെ ഈ ദൈവമായ കർത്താവ് പറയുകയാണ്, അതിന്റെ 30, 31, 32 വാക്യത്തിൽ നമുക്ക് ദൈവം മാനസാന്തരത്തിന്റെ ആ വലിപ്പം എത്രയാണെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ വായിക്കട്ടെ. എസെക്കിയേലിന്റെ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 30, 31. അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭാവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനംതിരിഞ്ഞ്, എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട്, നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരിവി. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞുകളവി. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചുകൊള്ളി. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളി. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? കർത്താവും അതുകൂടാതെ ഈ യോഹന്നാൻ സ്നാപകനും പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ ശക്തിയിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പറഞ്ഞുകൊണ്ടിരുന്നു. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിവീൻ, പാപങ്ങളെ വിട്ടുകളഞ്ഞിട്ട് കർത്താവിലേക്ക് തിരിവീൻ. അല്ലാതെ മരിക്കുന്നവന്റെ, നിത്യമായി മരിക്കുന്നവന്റെ, 2-ാം മരണത്തിന് യോഗ്യനായി മരിക്കുന്നവന്റെ മരണത്തിൽ കർത്താവിന് ഇഷ്ടമില്ലത്രേ. അത് കൂടെ പറയുകയാണ്, മാനസാന്തരപ്പെടുവീനെന്ന്. അപ്പോൾ ഈ മാനസാന്തരം എന്തിനാണ്? ഈ മാനസാന്തരം ദൈവരാജ്യത്തിലെ പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ്. ഇത് മാനസാന്തരം എന്ന പദം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഒരു മനസ്സിനൊരു ചേഞ്ചാണ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ. ആ മനസ്സിന് ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ കഴിയും. നമ്മളുടെ സ്വന്തമായ ജീവിത ശൈലിയിൽ നിന്ന് ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് നമ്മെ സമർപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ മാനസാന്തരത്തിൽ കൂടെ നമുക്കുണ്ടാകേണ്ടത്. നാം സ്വന്തം ഇഷ്ടത്തിൽ നിന്ന്, നമ്മുടെ താല്പര്യങ്ങൾക്ക് അടിസ്ഥാനമായി നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത ശൈലിയിൽ നിന്ന് കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. അപ്പോഴാണ് യേശുവിനെ കർത്താവെന്ന് നാം അംഗീകരിക്കുന്നത്. നമ്മുടെ നായകനായി, നമ്മുടെ നടത്തിപ്പുകാരനായി, നമ്മുടെ എല്ലാമായി സമർപ്പിച്ചിട്ട് നാം ഒരു അടിമയായി തീരുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് എന്നുള്ള പദമുണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മെ തന്നെ സമർപ്പിക്കുക എന്ന് വെച്ചാൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഭാഗം. ദൈവത്തിന്റെ ഹിതം സ്വർഗത്തിലുള്ളതുപോലെ ഭൂമിയിൽ നാം ഓരോരുത്തരും ദൈവഹിതത്തിനു വേണ്ടി സമർപ്പിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അപ്പോൾ ഭൂമിയിൽ എന്നിലാകണം. എന്ത്? നിന്റെ രാജ്യം. ആ രാജ്യം എന്നുള്ളത് നമുക്ക് അനുഭവിക്കുവാൻ നാം എന്തോ ചെയ്യണം? നമ്മുടെ ഇഷ്ടം വിട്ടിട്ട് ദൈവ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു മനസ്സിന്റെ തിരിച്ചിലാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ അത് പാപത്തിൽ നിന്ന് നമ്മുടെ ജീവിതം ദൈവത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ജീവിത ശൈലിയാണ്. നമ്മുടെ സ്വന്തം താല്പര്യത്തിൽ നിന്ന് മാത്രമല്ല, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് നമ്മെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ പാപ സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിലും പാപത്തോടുള്ള താല്പര്യം നാം വിട്ടുകളഞ്ഞിട്ട് ദൈവത്തോടുള്ള താല്പര്യം നമുക്കുണ്ടാകുക. അപ്പോൾ നാം ഈ അന്ധകാരത്തിന്റെ അധിപതിയായ പിശാചിൽ നിന്നും ദൈവത്തിന്റെ വെളിച്ചമുള്ള രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനൊക്കെ ഞാൻ വാക്യം വായിക്കാം. ഒന്നാമത് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൽ നിന്ന്
ആദ്യം ഞാൻ വായിക്കട്ടെ 18-ാം വാക്യം. അവിടെ അപ്പോസ്തലനായ പൗലോസ് രാജാവിന്റെ മുൻപിൽ നിന്നിട്ട് പറയുകയാണ് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ എന്ന് വെച്ചാൽ യേശുവിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയുവാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് യേശു പ്രത്യക്ഷപ്പെട്ട് പൗലോസിനോട് പറഞ്ഞതായിട്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ആരെ? ഈ ജാതികളുടെ കയ്യിൽ നിന്നൊക്കെ അവനെ വിടുവിച്ചിട്ട് ഇസ്രായേൽ മക്കൾ അവനെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ വചനം സുവിശേഷം ഏറ്റെടുക്കുന്ന ജനങ്ങൾക്ക് പാപമോചനവും യേശുവിനുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായി ദൈവസന്നിധാനത്തിൽ നിന്ന് അവകാശം ലഭിച്ച് അവരുടെ ഉൾക്കണ്ണ് തുറന്ന് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന് സാത്താന്റെ അധികാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ് മാനസാന്തരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വാക്യം നിങ്ങളെല്ലാം കാണാതെ പഠിക്കണം. അപ്പോസ്തല പ്രവൃത്തി 26:18 അവിടെ നമ്മളെ കുറിച്ചുള്ള ഒരു പൊതുധാരണ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ? നമുക്ക് പാപമോചനം ലഭിക്കും, വിശ്വാസത്താൽ നമുക്ക് ശുദ്ധീകരിക്കപ്പെടും, നമുക്ക് ദൈവസന്നിധാനത്തിൽ അവകാശം ലഭിക്കും, നമ്മുടെ കണ്ണ് തുറക്കപ്പെടും, ഇരുളിൽ നിന്ന് നാം വെളിച്ചത്തിലേക്ക് വരും, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഒരവസ്ഥ. ഇതാണ് മാനസാന്തരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രയോ ആശയം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വാക്യമാണ് ആ വാക്യം. ആ വാക്യം വളരെ ശക്തമായി നമ്മളോട് പറയുന്നത് മാനസാന്തരത്തിന്റെ ശക്തിയും ആവശ്യവും അതിന്റെ ഫലവുമാണ്. നാം ഓരോരുത്തരും ദൈവസന്നിധാനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിലേക്ക് തിരിയുന്ന ഒരവസ്ഥയാണ്, ദൈവരാജ്യത്തിലേക്ക് തിരിയുന്ന. കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അതേ ചിന്ത ഒന്നുകൂടെ ശക്തിപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ ഞാൻ വായിക്കട്ടെ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കുവെക്കുകയും ചെയ്ത പിതാവായ ദൈവത്തിന് സന്തോഷത്തോട് സ്തോത്രം ചെയ്യുന്നു. എന്തൊക്കെയാ? നമ്മെ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം, ദൈവരാജ്യത്തിലുള്ള അവകാശം നമുക്ക് ലഭിപ്പാൻ നമ്മെ പ്രാപ്തരാക്കി, നമ്മളെ മക്കളാക്കി അവകാശികളാക്കി തീർക്കുകയാണ്. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിൽ കയറണമെങ്കിൽ ഈ മാനസാന്തരം നമുക്ക് അത്യാവശ്യമാണ്. ഈ മാനസാന്തരം എന്നുള്ളത് നമുക്കുണ്ടാകണമെങ്കിൽ നാം എങ്ങനെ കാണണം നമ്മളെ തന്നെ? നാം ദൈവത്തിന്റെ സൃഷ്ടിയായ മക്കളായി ദൈവം നമ്മെ നല്ലവരായി സൃഷ്ടിച്ചപ്പോൾ നാം സൂത്രങ്ങൾ കണ്ടുപിടിച്ച് പാപത്തിൽ രസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അങ്ങനെ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി എന്ത് കാണണം? ഈ മുടിയൻ പുത്രൻ എന്ന് നാം വിളിക്കുന്ന യൗവനക്കാരൻ പറഞ്ഞതുപോലെ തന്റെ ജീവിതത്തിൽ താൻ പറയുന്നത് 15-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ തനിക്കൊരു ബോധോദയം വന്നു, സുബോധം വന്നു. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ പറയുകയാണ്, ഞാൻ പാപം ചെയ്തു. അവൻ തീരുമാനിക്കുകയാണ്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനിയും നിന്റെ മകനെന്ന് പേരിന് യോഗ്യനല്ല. ഞാനേ ദൈവത്തിന്റെ പൈതലായി എന്ന് പറവാൻ എനിക്കിപ്പോൾ യോഗ്യതയില്ല. ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി.
ആ പാപത്തെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. നാം ദൈവസന്നിധാനത്തിൽ എങ്ങനെയായിരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാട് അകത്തെ കണ്ണ് പ്രകാശിക്കുമ്പോൾ നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് ഭക്തനായ യെശയ്യാവ് പോലും ദൈവത്തെ കണ്ടപ്പോൾ പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാന് അനീതിയും അക്രമവും ഉള്ള ജനങ്ങളുടെ നടുവിൽ വസിക്കുന്നു. തന്റെ ജീവിതത്തിൽ താന് തൻ്റെതായ തെറ്റിനെ കണ്ട് ഉണരുകയാണ്. അപ്പോൾ ദൈവം സ്ഥിരീകരിച്ചിട്ടാണ് അവനെ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ അയക്കുന്നത്. അപ്പോൾ ആദ്യം ഞാന് അരിഷ്ട മനുഷ്യൻ. പത്രോസ് യേശുവിനെ അഭിമുഖീകരിച്ചപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലുണ്ട്, കർത്താവിന് അവൻ ഒരു പടക് കൊടുത്തു. കർത്താവ് അതിൽ നിന്ന് പ്രസംഗിച്ചു. പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞിട്ട് അവൻ ഒരു മീനെ പിടിച്ചു. ഒരു കൂട്ടം മീനെ പിടിച്ചപ്പോൾ അവൻ പറയുന്നത്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണം, എനിക്കും നീയുമായില്ല. അപ്പോൾ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ കർത്താവുമായിട്ട് ഒത്തുപോകാൻ കഴിയത്തില്ലെന്നാണ് പത്രോസ് അതിൽ നിന്ന് പറയുന്നത്. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നിട്ട് താൻ എന്താ പറയുന്നത്? എന്നെ വിട്ട് പോകണം. അവന് പരിഭ്രമം പിടിച്ചു, വിഷമമൊക്കെ ആയി. അവൻ കൺഫസ് ചെയ്യാണ്, ദൈവമേ, ഞാനേ പാപിയായ മനുഷ്യനാകൊണ്ട് നീ എന്നെ വിട്ട് നീ പോകണം, എനിക്കും നിനക്കും കൂടെ ഒന്നിച്ച് നടക്കാൻ പറ്റുകയില്ല, പാപിയായിരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് നമുക്കൊരു മാനസാന്തരം വേണം. ഞാൻ പലരുടെയും പേര് എന്തിനാ പറയുന്നതെന്ന് അറിയാമോ? ഇത് ഒരാൾക്കുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണെന്ന് തെളിയിക്കാനായിട്ടാണ്. അപ്പോൾ പാപിയായ മനുഷ്യൻ ഒരു മാനസാന്തരം വേണം. അത് കഴിഞ്ഞ് പാപം ചെയ്യുന്ന മുടിയൻ പുത്രന്, അപ്പന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവന് മാനസാന്തരം വേണം. ആദ്യമായി സുവിശേഷം കേൾക്കുന്നവനും മാനസാന്തരം വേണം. അതുകൂടാതെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമായിരുന്നിട്ട് ദൈവത്തിന് വേണ്ടി വലിയവയൊക്കെ ചെയ്ത ദാവീദ് പറയുകയാണ്, ദൈവമേ, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു. സങ്കീർത്തനം 51:4. നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദയക്കൊത്തവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. നിർമ്മലമായൊരു ഹൃദയം എനിക്ക് നൽകണം. ഇതാണ് തന്റെ പ്രാർത്ഥനയുടെ ചുരുക്കം. അപ്പോൾ നിങ്ങൾ നോക്ക്, എങ്ങനെയുള്ളവർക്കാണ് മാനസാന്തരം വേണ്ടത്? പാപിയായി ജീവിക്കുന്നവർക്ക് മാനസാന്തരം വേണം. അത് ആരാണെങ്കിലും വേണം, കാരണം അവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. രണ്ടാമത്, കുടുംബത്തിൽ ജീവിച്ചിട്ട് അപ്പനെ വിട്ടുപോകുന്ന മുടിയൻ പുത്രന് മാനസാന്തരം വേണം. അതുകൂടാതെ ദൈവത്തിന്റെ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് പാപത്തിൽ വീഴുന്നവന് മാനസാന്തരം വേണം. കർത്താവായ യേശുക്രിസ്തു പത്രോസിനെ യോർദാന്റെ കരയിൽ വെച്ച് കണ്ടപ്പോൾ പേരൊക്കെ മാറ്റി നിന്നെ കേഫാവെന്ന് വിളിക്കുമെന്നൊക്കെ പറഞ്ഞു വിട്ടതാ. എന്നിട്ട് അവൻ പഴയപടി ചെയ്തപ്പോഴാണ് രണ്ടാമത് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ കാര്യം പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കർത്താവുമായി ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് മാനസാന്തരം വേണ്ട എന്നല്ല, അവന്റെ ഭാവാവസ്ഥയെക്കുറിച്ച് ബോധ്യം വരണം. അപ്പൊ ഏത് മനുഷ്യർക്കും എന്ത് വേണം? മാനസാന്തരം വേണം. അത് അവരവരുടെ അവസ്ഥയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവരാജ്യത്തിൽ വന്ന് ആ കണ്ണ് പ്രകാശിച്ച് ആ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ എല്ലാവർക്കും മാനസാന്തരം വേണം. ആ മാനസാന്തരം യൂത ചെയ്യുന്നത് പോലെ ഉള്ള മാനസാന്തരമല്ല. യൂത എന്തോ ചെയ്തു?
അയ്യോ, ഞാൻ നിഷ്കളങ്കനായ കർത്താവിനെ കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് എങ്ങോട്ട് പോയി? മഹാപുരോഹിതന്മാരുടെ അടുക്കിലേക്ക് പോയി. അവൻ യേശുവിനെ നോക്കി നിലവിളിക്കുന്നില്ല, യേശുവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നില്ല. അവിടെയാണ് പ്രശ്നം. മഹാപുരോഹിതന്മാർ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, നീ നിന്റെ കാര്യം നോക്കിക്കൊള്ളാം. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സ്ഥാനം വഹിച്ചിരുന്ന മനുഷ്യരാണ്, സ്ഥാനം കൊണ്ട്, ജീവിതം കൊണ്ടല്ല, മഹാപുരോഹിതൻ. അവരുടെ അടുക്കൽ ചെന്നിട്ടാണ് ആര് പറയുന്നത്? യൂദ ചെന്ന് പറയുന്നത്, എനിക്ക് കുഴപ്പം പറ്റിപ്പോയി, ഞാൻ ചെയ്യരുതാത്തത് ചെയ്തു പോയി. പക്ഷേ അവരെന്താ പറയുന്നത്? നീ നിന്റെ കാര്യം നോക്കിക്കൊള്ളുക. അത് ഞാനൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കിക്കൊണ്ടുവന്ന്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിക്കേ, അവൻ അനുതപിച്ചു, അവൻ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്താ പറഞ്ഞത്? മഹാപുരോഹിതന്മാർ, മൂപ്പന്മാർ ഉള്ള സമൂഹത്തിലാണ് അവൻ ഇത് പറയുന്നത്. അവര് പറയുന്നത്, നീ തന്നെ നോക്കിക്കൊള്ളുക, ഞങ്ങൾക്കതിൽ ഒന്നും കാര്യമല്ല. ഇതാണ് ലോകത്തിലെ മറ്റൊരു പ്രശ്നം. അവരനുഭവിക്കുന്നുണ്ട്, പാപം ചെയ്യുന്നു എന്നുള്ള വിചാരമുണ്ട്, അവർക്ക് അനീതിയായി കിട്ടിയത് കൊണ്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവനെ എന്താണ് അവന്റെ അന്ത്യം? അവിടെ എഴുതി വച്ചിരിക്കുന്നത്, അവൻ തൂങ്ങി മരിച്ചു എന്നാണ്. പ്രതീക്ഷയില്ലാത്തവനെ പോലെ ജീവിതം അവസാനിപ്പിച്ചു. അതാണ് അവന് സംഭവിച്ചത്. അതിന്റെ കാരണം, അവന് യേശുവിന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നില്ല. യേശുവിന്റെ അടുക്കൽ മടങ്ങി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മഹാപുരോഹിതന്മാർക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഈ ചരിത്രം നമ്മെ കാണിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്നിൽ വിശ്വസിപ്പീൻ. കർത്താവ് കൂടെ അവരോട് പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കാത്തവന് നിത്യജീവനില്ല, എന്നിൽ വിശ്വസിക്കുന്നവന്. പുത്രനിൽ നിന്ന് തേർഡ് പേഴ്സൺ ആയി യേശു പറയുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ വിശ്വസിക്കാത്തവന് ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. വളരെ ശക്തമായി യേശു ആ മെസ്സേജ് ഉടനീളം കൊടുത്തു. അത് വിശ്വസിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം, അവനൊരു പാപിയാണെന്നുള്ള ബോധ്യം വേണം. അത് വെളിയിൽ, ദൈവരാജ്യത്തിന് വെളിയിൽ പെട്ടവൻ മാത്രമല്ല, പാപം ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടുന്ന, ഏതവസ്ഥയിലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ചിന്താഗതിയാണ് മാനസാന്തരം. ആ മാനസാന്തരം എന്തിനെ കാണിക്കുന്നു? അവൻ ദൈവത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്, അവന്റെ സ്വന്തം ഇഷ്ടം വിട്ട്, പാപ സ്വഭാവം വിട്ട്, പിശാചിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് ഒക്കെ വിട്ട് ഒരു കരയിലേക്കുള്ള ഒരു യാത്രയാണ് അല്ലേ? അങ്ങനെ ചെയ്താൽ അവന്റെ മാനസാന്തരത്തെ കുറിച്ച് പൗലൂസ് പറയുന്നത് നോക്കിക്കേ. 2 കൊരിന്ത്യർ 7-ാം അധ്യായം. 7-ാം അധ്യായത്തിൽ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലൂസ് ഈ മാനസാന്തരം എന്ന് പറയുന്നതിന് ഒരു നല്ല ഡെഫിനിഷൻ താൻ കൊടുക്കുകയാണ്. യൂദയ്ക്ക് പറ്റിയത് പറ്റാതിരിപ്പാൻ പറയുകയാണ്, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. നോക്കിക്കേ, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം. അപ്പൊ എങ്ങനെയുള്ള ദുഃഖമായിരിക്കണം? ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവഹിതവും ഒക്കെ കണ്ടിട്ട് ആ ദുഃഖമായിരിക്കണം. അല്ലെങ്കിൽ യൂദായുടെ ദുഃഖം പോലെ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം
അത് ശരിയായ മാനസാന്തരമാണ്. മറ്റ് മാനസാന്തരങ്ങളെ പോലെ അയ്യോ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ആ ചൗല് പഴയ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. അയ്യോ എനിക്ക് അബദ്ധം പറ്റി, മോനെ ദാവീദേ എനിക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസവും അവന്റെ പുറകെ ഓടിപ്പോ. ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഉത്തേജനമെന്ന് മാത്രമേ. ഒരു നല്ല പ്രസംഗം കേൾക്കുമ്പോൾ എത്രയോ പേരെ എന്തോ ചെയ്യും, ഒരു തീരുമാനമൊക്കെ എടുക്കും. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മറന്നു. ഈ വർഷത്തിന്റെ അവസാനത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആദ്യകാലങ്ങളിലൊക്കെ എടുത്ത തീരുമാനങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കണം. എത്രമാത്രം ഞാൻ യാഥാർത്ഥ്യമായി ആ മാനസാന്തരപ്പെട്ട സമയത്ത്, തീരുമാനമെടുത്ത സമയത്ത് ഏറ്റെടുത്ത കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്നു എന്ന് നോക്കണം. അതിനെ ശക്തമായൊരു വാക്യം യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 55-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, പ്രവാചകൻ പറയാണ്, ദുഷ്ടൻ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ ദൈവഭക്തി ഇല്ലാത്തവനെന്നേ അർത്ഥമുള്ളൂ. തന്റെ വഴികളെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയിങ്കിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. എന്താ? ദൈവത്തിലേക്കുള്ളൊരു തിരിച്ചിലാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളുടെ ഒരു മനസാക്ഷിക്ക് പൊത്തുരുത്തത്തിനെന്തെങ്കിലും ചെയ്യുന്നതല്ല. ദൈവത്തിലേക്കുള്ള പ്രവർത്തനമാണ്. നമുക്കറിയാമല്ലോ, ഈവൻ ജാതികൾ അത് ചെയ്തപ്പോൾ ദൈവം മനസ്സലിഞ്ഞു. യോന ചെന്ന് പ്രസംഗിച്ചു. 40 ദിവസം കഴിയുമ്പോൾ ഈ പട്ടണം നശിച്ചു പോകും. രാജാവിന് ഈ ദൂത് കിട്ടിയപ്പോൾ രാജാവ് പറഞ്ഞു, എല്ലാവരും മാനസാന്തരപ്പെട്ട് 3 ദിവസം ഉപവസിക്കാൻ. ദൈവം തിരിഞ്ഞു, ആ പട്ടണത്തെ നശിപ്പിച്ചില്ല. അത് യോനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ആര് മാനസാന്തരപ്പെട്ടാലും അവരുടെ വഴിയെ അവർക്ക് മാറ്റം വന്നാൽ, ആ നടന്ന വഴിയിൽ നിന്നൊരു തിരിച്ചിൽ വന്നാൽ, ദൈവം അവരോട് കരുണ കാണിക്കുന്ന സ്വഭാവം നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. അപ്പോൾ മാനസാന്തരത്തിന് ഭയങ്കര ശക്തിയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകും. മാനസാന്തരപ്പെടുന്ന വ്യക്തി അവൻ ദൈവത്തിൽ നിന്ന് ഈ സുവിശേഷ നിമിത്തം ഒരു ജനനമാണ് ഉണ്ടാകുന്നത്. ആ ജനനത്തെക്കുറിച്ചാണ് വീണ്ടും ജനിക്കുക എന്ന് ബൈബിൾ പറയുന്നത്. അത് സ്നാനപ്പെട്ടത് കൊണ്ടുണ്ടാകത്തില്ല, അത് ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടുണ്ടാകത്തില്ല, ഒരു ചടങ്ങും ചെയ്തത് കൊണ്ടുണ്ടാകത്തില്ല. അത് ഞാൻ പറയുന്നതല്ല. യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ ആരംഭത്തെ അധ്യായത്തിൽ തന്നെ പറയുകയാണ്, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലുമല്ല, പിന്നെ മനുഷ്യന്റെ ഇഷ്ടത്തിലൊന്നുമല്ല, അത് ദൈവത്തിൽ നിന്നത്രേ ഉണ്ടാകുന്നത്. രക്തത്തിൽ നിന്നല്ല, ജഡത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്തിൽ നിന്നുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിക്കുന്നത്. 3-ാം അധ്യായത്തിൽ യേശു തന്നെ പറഞ്ഞു, അത് വെള്ളത്താലും ആത്മാവിനാലുമാണ് ജനിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ളൊരു ജനനമാണ് ഈ മാനസാന്തരം എത്തിക്കുന്നത്. അത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഡോറ, വാതിലാണ്. അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. മാനസാന്തരപ്പെടാത്ത ഏത് കാര്യം കൊണ്ടും സ്വർഗത്തിൽ പോകയില്ല. യേശു തമ്പുരാനാണ് അത് പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളാണത്. അത് അതിപ്രധാനവും ഒന്നാമത്തതുമായ പ്രിൻസിപ്പിളാണ്. ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചാൽ ക്രിസ്ത്യാനികളാകുമെന്ന് ഒരുപാട് സഭകൾ പഠിപ്പിക്കുമ്പോൾ യേശുവോ ബൈബിളോ അത് പഠിപ്പിക്കുന്നില്ല.
ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടുവാനിടയായി. യേശു ദൈവമാണെന്നും വേദപുസ്തകം തിരുവചനം ദൈവവചനമാണെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ഒക്കെ ഒരു പരിചയം കിട്ടും. അല്ലാതെ ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി തീരുകയില്ല. ദൈവ കുടുംബത്തിലെ അംഗമായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് റോമാലേഖനം 10-ാം അധ്യായത്തിൽ പൗലോസ് നമുക്കൊരു ഒറ്റ വാക്യം കൊണ്ട് നമുക്കൊരു ഡെഫിനിഷൻ തരുന്നുണ്ട്. 10-ാം വാക്യത്തിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ: നാമേ ഈ മാനസാന്തരപ്പെട്ട് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയണം. ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അങ്ങനെ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. എന്താ? ഇതാണ് പൗലോസ് നമുക്ക് നൽകുന്ന ഒരു ഡെഫിനിഷൻ. ഇനിയും കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? ഞങ്ങളോട് കൂടെ വന്ന് സ്നാനപ്പെടാനല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. അത് നിന്റെ കുടുംബത്തെയും നിന്നെയും സഹായിക്കും, രക്ഷിക്കും. അല്ലാതെ സഭയിൽ ചേർന്നതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ ആരും രക്ഷിക്കപ്പെടുകയില്ല. യേശു ക്രിസ്തുവിലേക്ക് അവരുടെ ഹൃദയം തിരിയണം. പാപത്തെക്കുറിച്ച് മാനസാന്തരമുണ്ടാകണം. എന്നിട്ട് യേശു എനിക്ക് വേണ്ടി മരിച്ചുയർത്തു എന്നുള്ള ചിന്താഗതി ഉണ്ടാകണം. അത് ഞാൻ വിശ്വസിക്കണം. അത് ഞാൻ ഏറ്റുപറയണം. അങ്ങനെ വിശ്വസിച്ച് ഏറ്റുപറയുന്ന ഒരു വ്യക്തി ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. അപ്പോൾ നോക്കിക്കേ, ഇത് അത്യാവശ്യമാണെന്ന് ബൈബിള് പഠിപ്പിക്കുന്നു. മറ്റുള്ളവരെന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് കർത്താവ് വില കൊടുക്കുകയില്ല. കാരണം യഹൂദന്മാരുടെ പ്രമാണികൾ പലതും വേദപുസ്തകത്തിൽ ഇല്ലാത്തത് പഠിപ്പിച്ചപ്പോൾ യേശു ക്വസ്റ്റ്യൻ ചെയ്തു. നിങ്ങളുടെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാരമ്പര്യം നിമിത്തം നിങ്ങൾ ദൈവവചനം ദുർബലപ്പെടുത്തുന്നു. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. യേശു സദൂക്യരോടും അവന്റെ അടുക്കൽ വന്നവരോടും പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയായികയാൽ തെറ്റിപ്പോകുന്നു. അവര് വളരെ മിടുക്കരായിട്ടാണ് ഇരിക്കുന്നത്. ശാസ്ത്രിമാരും പരീശന്മാരും സാധൂക്യരും ഒക്കെ വിചാരിച്ചിരിക്കുന്ന അവരാണ് ദൈവരാജ്യത്തെ പിടിച്ചു നിർത്തുന്നവരെന്ന. പക്ഷെ യേശു അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, നിങ്ങൾക്കുള്ള ഒറ്റ കുഴപ്പം ദൈവരാജ്യം നിങ്ങൾക്കറിയയില്ല. അതാണ് പ്രശ്നം. അതിന്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. അതിന്റെ പ്രമാണങ്ങൾ നിങ്ങൾക്കറിയയില്ല. അതാണ് യഹൂദന് സംഭവിച്ചത്. നമുക്കും ദൈവവചനത്തിൽ അല്ലാത്ത കാര്യങ്ങൾ പലതും ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദൈവവചനം എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഈ മാനസാന്തരം എന്നുള്ളത് എന്താണ് എന്ന് തെളിയിക്കുവാൻ അതിന്റെ ഫലം വേണം. അല്ലാതെ ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന ഒരുപാട് പേരിന്ന് ലോകത്തിലുണ്ട്. അത് പൗലോസും എടുത്തു പറയുന്നുണ്ട്, യോഹന്നാൻ സ്ഥാപകനും വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ലത്രേ. ഞാന് പെന്തക്കോസ്തുകാരനാണെന്നോ അബ്രഹാമിന്റെ മക്കളെന്ന് പറയുന്ന ആ സംഗതിയാണ്, ഞാൻ പെന്തക്കോസ്തുകാരനാണ്, ഞാൻ CPM കാരനാണ്, ഞാൻ IPC ആണ്, ഞാൻ അസംബ്ലി കോഡാണ്, അല്ലെങ്കിൽ ഞാൻ ചർച്ച കോഡാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ അബ്രഹാമിന്റെ മക്കളെന്ന് പറയുന്ന പോലെയോ. യേശു പറഞ്ഞു അതുകൊണ്ടൊന്നും യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു അതുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ മാനസാന്തരത്തിന് തക്ക ഫലം കായ്ക്കണം. മാനസാന്തരത്തിന് തക്ക ഫലം കായ്ക്കണം. ആ വാക്യം നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് പറഞ്ഞൊരു വാക്യം കൂടെ ഉണ്ട്. അതും ആരോടാ പറയുന്നത്? അഗ്രിപ്പ രാജാവിനോടും ഫെസ്തോസിനോടുമാണ് പറയുന്നത്.
അവരെ നോക്കിയിട്ട് പറയാണ് 26-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുകയാണ്, പിന്നെ ജാതികളോട് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്നും പ്രസംഗിച്ചു. എന്താ? ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ പോരാ, മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണം. അല്ലാതെ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു. അബ്രഹാമിന്റെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് ഒരു ഗുണവുമില്ല. നിങ്ങൾ മാനസാന്തരത്തിന് തക്ക പ്രവൃത്തി, ഇവിടെ പൗലോസ് പറയുന്നു മാനസാന്തരത്തിന്റെ പ്രവർത്തികൾ ചെയ്യണം. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കാണ്. വിളിച്ചവന്റെ സദ്ഗുണങ്ങളാണ് നാം ഘോഷിക്കേണ്ടത്. നമ്മെ ആക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക ജാതിയായിട്ടാണെന്ന് പത്രോസ് വളരെ ശക്തമായി നമ്മളെ ഉപദേശിക്കുക. നാം ആരാണ്? നാമേ ഒരു രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ ജനമാണ്, സ്വന്തം ജനവും വിശുദ്ധ വംശവും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയുമാണ്. അപ്പോൾ പ്രത്യേക ഗ്രൂപ്പാണ്. മറ്റുള്ളവരെ പോലും നമുക്ക് പറ്റുകയില്ല നർത്തം. എങ്ങനെ? ഈ ലോകത്തിന്റെ രീതികളിൽ നമുക്ക് പറ്റുകയില്ല. ഒരു പ്രത്യേക ജാതി, അങ്ങനെയാ പറഞ്ഞേക്കുന്നത്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. എന്തിനാ അങ്ങനെ ആക്കിയത്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിന്റെ സദ്ഗുണങ്ങൾ നമ്മളിൽ കൂടെ പ്രഘോഷിക്കപ്പെടണം, നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു വരണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നിങ്ങളാണ് ക്രിസ്തുവിന്റെ പത്രമെന്ന്. നിങ്ങളെ വായിക്കുമ്പോൾ യേശുവിനെ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. നാം ഈ വിളിച്ചവന്റെ സദ്ഗുണങ്ങൾ പ്രഘോഷിക്കുന്നവരായിരിക്കണം. നാം മാനസാന്തരത്തിന് തക്ക ഫലം കായ്ക്കണം. മാനസാന്തരത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണം. ഇതില്ലാതെ നാം എന്തെല്ലാം പറഞ്ഞാലും എന്ത് കിട്ടുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഒരു വില കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, നമുക്ക് അതെങ്ങനെ കഴിയുന്നത്? അത് കഴിയുവാൻ അപ്പോസ്തലനായ പത്രോസ് ആദ്യത്തെ പ്രസംഗത്തിൽ പറയുന്ന ഭാഗത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ താൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം. 38-ാം വാക്യത്തില് 2-ാം അധ്യായത്തിന്റെ 38-ൽ താൻ പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും യേശുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കുമുണ്ട്. ഒരു വലിയ കാര്യങ്ങൾ താൻ പറയുകയാണ്. എന്നിട്ട് പറയാണ്, ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടും. എന്താ? അപ്പൊ ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നാം രക്ഷിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ, മാനസാന്തരത്തിന് തക്ക പ്രവൃത്തി ചെയ്യുവാൻ, മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനകളിൽ ഒരു കൽപ്പനയായ സ്നാനവും ചെയ്ത് ഈ ലോകത്തിൽ വക്രതയുള്ള ഈ ലോകത്തിൽ നിന്ന്, ഈ തലമുറയിൽ നിന്ന് നാം വ്യത്യസ്തരായിരിക്കണം. അതാണ് പത്രോസ് ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞ. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയൊക്കെ ദൈവം നൽകും എന്നാണ് പത്രോസ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ വചനമൊക്കെ നമ്മെ എന്തുവാ പഠിപ്പിക്കുന്നത്? നാം വ്യത്യസ്തരായിരിക്കണമെന്നാണ്. 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പത്രോസ് വീണ്ടും പറയുന്നുണ്ട്, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ, എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും
നിങ്ങൾക്ക് മുൻനിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ നൽകുകയും ചെയ്യും. നോക്കിക്കേ, അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും, നമ്മുടെ വകയായി മാറും. ക്രിസ്തു നമ്മുടെ നാഥനായി മാറും, നമ്മുടെ സകലതുമായി മാറും. അല്ലാതെ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ രീതിയല്ല, ഒരു വലിയ വ്യത്യാസമാണ്. അതിന്റെ ഫലമാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കും, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതുതാക്കിയിരിക്കുന്നു. ഒരു പുതിയ അവസ്ഥയാണ്. ജീവിതത്തിന്റെ കാഴ്ചപ്പാടിൽ, ചിന്താഗതിയിൽ, സംസാരത്തിൽ, ഇടപാടിൽ, പ്രവൃത്തിയിൽ എല്ലാം വ്യത്യസ്തമായിരിക്കും. നമുക്ക് യേശുവിനെ ലഭിക്കും. യേശു നമ്മുടെ മണവാളനായി നമുക്ക് ലഭിക്കും. ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പേര് മാറുന്നത് പോലെ യേശുവിന്റെ പേരാണ് നമുക്ക് ലഭിക്കുന്നത്. നാമാണ് ക്രിസ്ത്യാനി, നാമാണ് ദൈവ പൈതൽ, നാം ഒരു പ്രത്യേക ജാതിയാണ്, വിശുദ്ധ ജനമാണ്, രാജകീയ പുരോഹിത വർഗമാണ്. ഇങ്ങനെയാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. അല്ലാതെ പെന്തക്കോസുകാരനെന്നോ മർത്തമക്കാരനെന്നോ കത്തോലിക്കനെന്നോ ഒന്നും പറഞ്ഞുകൊണ്ട് യാതൊരു ഗുണവുമില്ല. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കണം. മാനസാന്തരപ്പെട്ട് യേശുവിന്റെ ഹിതം ചെയ്യുന്ന ദൈവമക്കളായി നാം തീരണം. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തികളായി തീരുമെന്നാണ് ബൈബിള് നമ്മെ ശക്തമായി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതാരെല്ലാം ചെയ്യണം? പത്രോസിനോട് ചോദിച്ചാൽ എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ കർത്താവ് വരാത്തതിന്റെ കാരണം പറയാണ്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ തന്റെ വാക്തങ്ങൾ നിവർത്തിപ്പാൻ താമസിക്കുന്ന ആരും നശിച്ചു പോകാതിരിപ്പാൻ എല്ലാവരും മാനസാന്തരപ്പെടണം. അപ്പം പാസ്റ്റർമാരല്ല, പോപ്പല്ല, ബിഷപ്പന്മാർക്ക് അല്ല, സകല മനുഷ്യരും, ഞാനും നിങ്ങളും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇത് പാപികൾ എന്നും പറഞ്ഞൊരു ലിസ്റ്റിൽപ്പെടുത്തി കുറെ പേർക്കുള്ളതല്ല. സകല മനുഷ്യരും എല്ലാ ദിവസവും കർത്താവിന്റെ സന്നിധാനത്തിൽ എന്തോ ചെയ്യണം? പാപങ്ങളേറ്റ് പറഞ്ഞു മാനസാന്തരപ്പെടണം. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ നമ്മളോട് പറയുന്നത്. 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ നമ്മുടെ പാപങ്ങൾ, അനീതികൾ പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഓരോ ദിവസവും നാം മാനസാന്തരപ്പെടണം. ഓരോ ദിവസവും മാനസാന്തരപ്പെടുമ്പോൾ പാപങ്ങൾ ഏറ്റു പറയണം. അത് മനുഷ്യരോടും ഏറ്റു പറയണം, ദൈവത്തോടും ഏറ്റു പറയണം. നമ്മളെല്ലാവരും മിടുക്കന്മാരായി ദൈവത്തോട് ഏറ്റു പറയും. മനുഷ്യരുടെ അടുത്ത് എന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ബോഴപ്പി വിടും. അതല്ല വേദപുസ്തകത്തിലെ മാനസാന്തരത്തെ കുറിച്ച് ബൈബിള് പഠിപ്പിക്കുന്നത്. നാം ഏറ്റു പറയേണ്ടവരോട് ഏറ്റു പറയേണ്ട രീതിയിൽ ഏറ്റു പറയണം. അപ്പോൾ വേദപുസ്തകത്തിലെ 1-2 ഉദാഹരണം ഞാൻ കാണിക്കട്ടെ. ഒന്ന്, നമ്മുടെ സക്കായി അപ്പച്ചനാണ്. സക്കായി അപ്പച്ചനോട് ചോദിച്ചേ, എന്താവാം മാനസാന്തരം? യേശുവുമായി നടന്നപ്പോൾ, യേശു ഭവനത്തിലേക്ക് പോകുമ്പോൾ താൻ പറയുകയാണ്, കർത്താവ് ഒറ്റ വീട് പറഞ്ഞില്ല, നീ ഒരു പാപിയാണെന്നാണ് ഈ ജനങ്ങൾ പറയുന്നത്, നിനക്ക് ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് അവന്റെ കൂടെ ചെന്നപ്പോൾ അവൻ പറയാണ്, കർത്താവേ, ഞാൻ ഭാവിയായൊരു മനുഷ്യൻ എന്നുള്ള ചിന്ത മറ്റുള്ളവർ പറയുമ്പോൾ അവന്റെ ഉള്ളിലേക്കൊന്ന് നോക്കിക്കേ. കർത്താവേ, എന്നെക്കുറിച്ച് ഇവർ പറയുന്നത് ഞാൻ വസ്തുവകളൊക്കെ മോട്ടിച്ചെന്ന എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. എന്തെങ്കിലും ചെറിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങി കൊടുക്കും. ജീവിതത്തിൽ ഉണ്ടായ മാനസാന്തരത്തിന്റെ ഫലം കാണിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. അല്ല, സ്വത്ത് കൊടുക്കുന്ന കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. അന്തരത്തിലുണ്ടാകുന്ന മാറ്റം യേശു കൂടെ നടക്കുമ്പോൾ അത് ഉറക്ക വിളിച്ചു പറയുക. അതാണ് കൺഫഷൻ.
ഞാൻ വല്ലതും ചതിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചു കൊടുക്കാം. കൺഫഷൻ ചെയ്യാം, യേശുവിനോട് കൺഫസ് ചെയ്യാം. അപ്പോൾ എന്താ യേശു പറഞ്ഞത്? ഇവനും അബ്രഹാമിന്റെ സന്തതിയാണ്, ഈ വീട്ടിൽ രക്ഷ വന്നത്. അങ്ങനെയാ പറയുന്നത്. എന്റെ അടുത്ത വാദ്യമാണ് തോന്നുന്നു. ഇവനും അബ്രഹാമിന്റെ മകൻ, ഈ വീടിന് രക്ഷ ഇന്ന് വന്നത്രേ. നമ്മൾ കൺഫസ് ചെയ്യുമ്പോൾ നാം ദൈവത്തിന്റെ മക്കൾ, അബ്രഹാമിന്റെ മക്കൾ, നമ്മുടെ വീട്ടിൽ രക്ഷ വരും. അവിടെയാണ് നമുക്ക് പറ്റുന്ന അബദ്ധം. നാം കൺഫസ് ചെയ്യാറില്ല. ഇനി പൗലോസിനെ നോക്കെ. പൗലോസ് പറയുന്നത്, ഞാൻ നിഷ്ഠൂരനായിരുന്നു, ഞാൻ സഭയെ മുടിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് യേശു അവനിലേക്ക് വന്നു. അവൻ പറയുന്നത്, ഞാൻ പാപികളിൽ ഒന്നാമൻ, വിശുദ്ധരിൽ ഏറ്റവും ചെറിയവൻ. ഞാൻ ചെയ്യുന്നത് കൃപയാലാണ്, ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഞാൻ പിടിച്ചിട്ടില്ല, പിടിക്കാമോ എന്നോർത്ത് ഓടുന്നതേ ഉള്ളൂ. എന്നിട്ട് അവസാനം എന്താ പറയുന്നത്? അയ്യോ, ഞാൻ പിടിച്ചു, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയാൻ പിടിച്ചു. ഞാൻ എന്തിനു വേണ്ടി നോക്കിപ്പോയോ അവിടെ എത്തി. ഇനി എനിക്ക് മരിക്കുന്നതിന് ഭയമില്ല. അപ്പോൾ മാനസാന്തരം വന്നാൽ ജീവിതത്തിന് മാറ്റം വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. മാറ്റം എന്തിനെ കാണിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ യേശു വന്നു എന്ന് കാണിക്കുന്നു. യേശുവിന്റെ സ്വഭാവം നാം കാണിക്കുന്നു. യേശുവുമായി നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഏറ്റുപറയും. നമ്മുടെ ജീവിതം വ്യത്യസ്തമാണ്. അതാണ് വേദപുസ്തകം നമ്മെ കുറിച്ച് പറയുന്നത്. ഇത് കാണുമ്പോൾ സ്വർഗം സന്തോഷിക്കും. 3 ഉദാഹരണത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കും. ദൂതന്മാരുടെ ഇടയിൽ സന്തോഷമുണ്ടാകും, സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. അപ്പോൾ നാം ഓരോ സന്ദർഭത്തിലും മാനസാന്തരപ്പെടുമ്പോൾ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും. ദൈവം സന്തോഷിക്കും. ഒരുത്തനൂടെ പിശാചിന്റെ രാജ്യത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നുവല്ലോ എന്ന് ഓർക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുക. നാമെ പാപം ചെയ്തിട്ട് അതിനെക്കുറിച്ച് ബോധ്യമില്ലാതെ, ഏറ്റുപറയാതെ, നാം നീതീകരിച്ച് എക്സ്ക്യൂസ് പറഞ്ഞ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് ജീവിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത് എപ്പോഴാണ്? നാം കർത്താവിന് ഇടം കൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാൻ നാം വിധേയപ്പെട്ടു കൊടുക്കുമ്പോൾ. അതെങ്ങനെ ഉണ്ടാകും? മാനസാന്തരം കൊണ്ടുണ്ടാകും. മാനസാന്തരത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വേണം. മാനസാന്തരത്തിന്റെ ഫലം നമുക്ക് വേണം. മാനസാന്തരം ദൈവം ഹിതപ്രകാരമുള്ള ദുഃഖം നമ്മളിൽ ഉളവാട്ടും. അല്ലാതെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ചിന്താഗതി മാത്രമല്ല. പിന്നെയോ നമ്മുടെ നിജസ്ഥിതി കണ്ടുപിടിക്കും. അതാണ് ഞാൻ ആദ്യം വായിച്ച സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്. എന്തെല്ലാം കാര്യമാണ് താൻ പറയുന്നത്? താൻ തെറ്റ് ചെയ്തിട്ട് മൂടി വെക്കുന്ന ആ പ്രകൃതിയിൽ നിന്നൊരു മാറ്റം വന്നു. ആദ്യമൊക്കെ കുറെ മൂടി വെച്ചു. എന്നിട്ട് പറയാണ്, ദൈവമേ, നീ എന്നെ നന്നായി കഴുകണം. എന്റെ പാപം എന്റെ മുൻപിൽ ഇരിക്കുന്നു, അതെപ്പോഴും ഇരിക്കുന്നു. ഞാൻ നിന്നോട് പാപം ചെയ്തു, നിനക്കനിഷ്ടമായത് ചെയ്തു. കൊണ്ട് നീ എന്റെ പാപങ്ങളെ മാറ്റിത്തരയണമേ. നിർബലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. എന്നിട്ട് താൻ എന്താ പറയുന്നറിയോ? തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം മാനിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ചടങ്ങുകളല്ല, യാഗങ്ങളല്ല, പിന്നെയോ അന്തരംഗത്തിലെ സത്യമാണ്. അതാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ള സത്യത്തെക്കുറിച്ചാണ് താൻ അവിടെ പറയുന്നത്.
അല്ലെങ്കിൽ ഞാൻ അതൊക്കെ കഴിക്കുമായിരുന്നു, അതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. എന്നാൽ ഉള്ളിലുള്ളൊരു മനസ്സ്, തകർന്നിരിക്കുന്ന മനസ്സ്, നുറുങ്ങിയ ഹൃദയവും അകത്തുള്ളൊരു മാനസാന്തരവും ആണ്. അതുകൊണ്ട് എനിക്ക് എങ്ങനെ വേണം? ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് വേണം. നിർമ്മലമായ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമുക്ക് മാനസാന്തരപ്പെടുന്നതിന് ഒരു മടിയും ഉണ്ടാകുകയില്ല. പാപങ്ങൾ ഏറ്റുപറയുന്നത്, കൺവസ് ചെയ്യുന്നത്, ദൈവത്തിലേക്ക് തിരിയുന്നത് നമുക്ക് ഒരു മടിയുമില്ല. ആര് പറഞ്ഞതുപോലെ, സക്കായി പറഞ്ഞ പോലെ, കർത്താവേ, ഇതാ ഞാൻ തിരിഞ്ഞിരിക്കുന്നു, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും, ഞാൻ എന്റെ പാവവഴികളെ വിടും. ഞാൻ ചതിക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഞാൻ വിടും. അതാണ് യഥാർത്ഥ മാനസാന്തരം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരികെ, ദൈവം ആഗ്രഹിക്കുന്ന ഫലമുണ്ടാകും. പ്രവൃത്തി മാനസാന്തരത്തിന്റെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ദൈവം പറയും, ഇവൻ എന്റെ പുത്രൻ, ഇവൻ എന്റെ പുത്രി, ഇവനിൽ ഞാൻ സന്തോഷിക്കുന്നു. അതാണ് ആ ദൈവരാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. അതാണ് ഇന്ന് നാം ചിന്തിച്ചത്. ഇതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടെങ്കിലും ഞാനൊരു വാക്കുകൾ നിർത്തുകയാണ്, സമയം പോയതുകൊണ്ട്. ഇന്ന് പകൽക്കാലം നാം ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. എന്തിനെ? നമ്മളിൽ മാനസാന്തരത്തിന്റെ ഫലമില്ലെങ്കിൽ, ആ പ്രവൃത്തി നമ്മളില്ലെങ്കിൽ, കർത്താവിനെ നമുക്ക് പ്രഘോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പരാജയമുണ്ടോ അവിടെ നാം മാനസാന്തരപ്പെടാം. നീതീകരിച്ച് നടക്കുന്ന പരിപാടി ദൈവജനത്തിൻ്റെതല്ല. നീതീകരിക്കുന്നത് ദൈവമാണ് നമ്മെ നീതീകരിക്കേണ്ടത്. നാം നമ്മെ തന്നെ നീതീകരിച്ചാൽ നാം അത് ജഡത്തിന്റെ ഒരു മടങ്ങിപ്പോവുകയാണ്. കാരണം നമ്മൾ സൂപ്പറാണ്, കുഴപ്പമില്ല എന്ന് പറയുക. ഇന്ന് പകൽക്കാലം ബൈബിൾ ശക്തമായി പറഞ്ഞിരിക്കുന്നു, മാനസാന്തരം എല്ലാ വ്യക്തികൾക്കും വേണം. എന്നിട്ട് അതിന്റെ ഫലം നമ്മളിൽ ഉണ്ടാകട്ടെ, അതിന്റെ പ്രവൃത്തി നമ്മളിൽ ഉണ്ടാകട്ടെ. കർത്താവ് അത് കണ്ട് സന്തോഷിക്കട്ടെ. സ്വർഗത്തിൽ സന്തോഷം നമ്മളെ കുറിച്ച് ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, മാനസാന്തരപ്പെട്ട യൂദ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് അനുദപിച്ചു, പാപം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ അവർ കൈമലർത്തി. എന്നാൽ നിന്റെ അടുക്കൽ വരുന്ന ആരെയും നീ വെറുതെ വിടുകയില്ലല്ലോ. എത്ര വലിയ പാപിയാണെങ്കിലും, കൊലപാതകനാണെങ്കിലും, മോഷ്ടാവാണെങ്കിലും നീ അവരോട് ക്ഷമിക്കുമല്ലോ. അതാണല്ലോ ക്രൂശിലെ കള്ളൻ ഞങ്ങൾക്ക് തരുന്ന പാഠം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആരും ഞങ്ങളെ തന്നെ നീതീകരിക്കാതെ ദൈവമായ കർത്താവേ, നിന്റെ സന്നിധാനത്തിൽ മുട്ടുമടക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഓർക്കുമാറാകണം. ഞങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിന്റെ പത്രങ്ങളായി തിളങ്ങേണ്ടവരാണെന്ന് ഗ്രഹിച്ച് മാനസാന്തരത്തിന്റെ പ്രവൃത്തി ചെയ്ത് ആ മാനസാന്തരത്തിന്റെ ഫലം ഞങ്ങളെ കായ്ച്ച് കർത്താവിന് മഹത്വം കൊടുക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണം. ദൈവ മക്കളെന്നുള്ള ആ പ്രത്യേക ജാതി, വിശുദ്ധ ജനം എന്നുള്ള വാക്കിനെ ഞങ്ങൾ അവകാശികളാക്കി തീർക്കണമേ. ഞങ്ങൾ ദൈവസന്നിധാനത്തിൽ മനുഷ്യരുടെ മുൻപിലും കർത്താവിനെ ഉയർത്തുന്നവരാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സഹായിക്കണമേ. അടിയനെ കേൾക്കുന്നതിന്റെ മക്കളെ ഒക്കെ കടാക്ഷിക്കണമേ. അതിന് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ കൺവിക്ഷൻ തരയണമേ. കർത്താവെ, ആ കൺവിക്ഷൻ ഇല്ലാതെ ഞങ്ങൾക്കൊന്നും സാധിക്കയില്ലല്ലോ നാഥ. ഞങ്ങൾ കൺഫസ് ചെയ്യുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുവാൻ ഒക്കെ അത് ഇടയാക്കുമല്ലോ. ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. അടിയനെ കേട്ട എല്ലാ ദൈവജനത്തെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അടിയൻ അനുഗ്രഹിക്കുന്നു. അവരനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ കൃപ കൊടുക്കണമേ. ഞങ്ങളെ ദുഷ്ടൻ തോൽപ്പിക്കരുത്. ഈ പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനമാക്കി ഞങ്ങൾക്ക് വേണ്ടി സകല കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരയണം. രോഗത്തിലുള്ളവർ, ഭാരത്തിലുള്ളവർ, വിഷമത്തിലുള്ളവരെ നീ കടാക്ഷിക്കണം. അവർക്ക് ഉദ്ധാരണവും വിടുതലും കൊടുത്താലും എല്ലാത്തിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.
പ്രിയപ്പെട്ടവരെ, നമ്മളാരും അവിടെയും ഇവിടെയും പോകാതെ കർത്താവിന്റെ അടുക്കൽ ചെന്നാൽ അവൻ പറയും, നീ എന്നോടുകൂടെ ഇന്ന് പർദീസയിലിരിക്കും. മറ്റവരോട് മഹാപുരോഹിതൻ പറയുന്നു, നീ നിന്റെ കാര്യം നോക്കിക്കൊള്ളുക എന്ന്. തമ്മിലുള്ള വ്യത്യാസം അതാണ് നമുക്ക് നൽകുന്ന പ്രത്യാശ. നമുക്ക് കർത്താവിന്റെ അടുക്കൽ ചെന്നാൽ ഇപ്പോൾ തന്നെ, ഇന്ന് തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. അവനായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉത്തേജനം നൽകേണ്ടത്. നമുക്ക് വീണ്ടും ദൈവസന്നിധാനത്തിൽ അതിനായി ശ്രമിക്കാം. ഈ പുതിയ വർഷം പ്രവേശിക്കുന്നതിന് മുൻപേ ഉള്ളതും നിങ്ങൾ നമ്മളെ തന്നെ നമുക്ക് കണ്ട് നമുക്ക് ചെയ്യേണ്ട തെറ്റുകൾ തിരുത്തുകൾ ചെയ്ത് നമുക്ക് കർത്താവിനെ ഉയർത്താം. ദൈവം എല്ലാവരെയും ആസ്വദിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.